ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റയും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് റെമ്മ് സോക്ക് ചെയ്യുന്ന പ്ലങ് വീഡിയോയുടെ ബഹളമാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡയസ്പ്രോ വീഡിയോ ഇട്ട് എങ്കിൽ പിന്നെ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കൊരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളതങ്ങ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇത്. എനിവേ, നമുക്ക് പരിപാടിയൊന്നും അറിയത്തില്ല. 2-3 യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് ജസ്റ്റ് ചെയ്യുന്നത്. ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് റമ്മിൽ സോക്ക് ചെയ്ത് വെക്കാം. നമ്മൾ വാങ്ങിച്ച ഡ്രൈ ഫ്രൂട്ട്സാണ്. സഫാരി പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണല്ല. ഇനി ഇതിനെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതൊരു വലിയൊരു പണിയാണ്. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്ലാസ് ജാറിലേക്ക് നമുക്കതെല്ലാം ഓരോന്നായിട്ട് ഇടാം. ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടാം. ആക്ച്വലി ഈ ഗ്ലാസ് ചെയ്ത് കിടക്കുന്നത് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്ററിയില്ല. ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്താണ് എൻ്റെ പേര്. ഇത് യൂട്യൂബിൽ കണ്ടിട്ടാണ് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ അടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി മാംഗോ ഉണ്ട്, അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ജാറിലേക്ക് ഇടാം. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. അതൊരു നല്ലൊരു ചടങ്ങാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. കുറച്ച് കഷ്ടപ്പെട്ടു ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാനായിട്ട്. എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. ആക്ച്വലി യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊരു 3/4 ഭാഗം വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. വെച്ചാൽ ഇത് ഡ്രമ്മൊക്കെ വെച്ചുള്ള ഇത് സെറ്റായി വരുമ്പോൾ ഇതൊന്ന് വീർത്ത് വരും. അപ്പം അറിയത്തില്ല എന്താവുമെന്ന്. നോക്കാം എന്താവും. എന്തായാലും തന്നെയല്ലേ, മാക്സിമം നോക്കാം, ഡെയിലി എടുത്ത് നോക്കാം. ഇപ്പം പ്ലാൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിലേക്കാണ്. അപ്പം ഒരു 7 ദിവസം ഇവനങ്ങ് നമ്മൾ അടച്ചു വെച്ച് നോക്കും. 7-ാം ദിവസം ഇവനെ അങ്ങ് പൊക്കും. എന്നിട്ടൊരു കേക്ക് ഉണ്ടാക്കും. എന്താ ഒരു ഐഡിയ ഇല്ല. ഇനി നോക്കാം. ഇതിൻ്റെ മെയിൻ സാധനം ഇവനാണ്. അതിൻ്റെ മെയിൻ സാധനം ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് എന്തായാലും ഇവനൊക്കെ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചങ്ങ് വെക്കാം. എന്താകും നോക്കാം. അപ്പോൾ ശരി, പൊട്ടിക്കല്ലേ. അപ്പോൾ ശരി, ഐശ്വര്യത്തോടുകൂടി അങ്ങ് ഒഴിക്കുകയാണ്. ഇനി ഫുള്ളും ഒഴിച്ചേക്കാം. യൂട്യൂബിൽ പറഞ്ഞ് ഒരു 250 മില്ലിയാണ് 1 കിലോയ്ക്ക് പറഞ്ഞത്. അതായത് ഏകദേശം ഒരു 3 കിലോ ഉണ്ട്. സോ 750 ഒക്കെ ആയിരിക്കും. എനിവേ, ഭയങ്കര സ്മെല്ല്. ഐശ്വര്യത്തോടുകൂടി മൂടുവാണ്. ഓക്കെ, ഇനി നമുക്ക് 7-ാം പൊക്ക ഇവനങ്ങ് എടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കത് എല്ലായിടത്തും ഒന്ന് എത്തണമല്ലോ. എനിവേ, ഇതിൻ്റെ
ഗോൾഡ് ഒരു 3/4 മുകളിലുണ്ട്. സപ്പോസ് ഇത് മുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരാരെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയാമെന്ന് പറയാനായിട്ട് ആകപ്പാടെ ഈ വീഡിയോ കാണുന്ന ഒരു 10-15 പേരായിരിക്കും. ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു ഇതെന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്ക്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്നും അങ്ങനെ അത്ര വലിയ റേഞ്ചിലൊന്നും പോകാറില്ല. കൂടിപ്പോയാലും 100 ആൾക്കാർ കാണുമായിരിക്കും. എനിവേ, ഇപ്പം നെക്സ്റ്റ് വീക്ക് സൺഡേ നമ്മളിങ്ങനെ പൊട്ടിക്കാൻ നേരത്ത് അന്നൊരു വീഡിയോ എടുക്കും. ആ വീഡിയോ അടുത്ത ആഴ്ച ഇടാം. ഓക്കെ, ഇപ്പം മാക്സിമം ആൾക്കാർ എന്തെങ്കിലും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്ക്. അപ്പോൾ ശരി.